നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ CPM ശബ്ദരേഖ വിവാദം. മറുപടിയുമായി AC മൊയ്തീൻ. ശരത്തിന്റെ ശബ്ദ സന്ദേശം അനുചിതം. തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിന് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും തന്നെ ആക്ഷേപിക്കുന്നവരെല്ലാം പരിശുദ്ധരാണോ എന്നും AC മൊയ്തീൻ. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 3 ലക്ഷം അടുത്ത വർഷം 5 ലക്ഷം രൂപയായി ഉയർത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ ആഘോഷമായി ഓണപ്പൊലിമ. ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. ഭാരതീയ ദർശനങ്ങളിലെ പ്രധാന കർമ്മമായ പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണം. BMS അമൃതാദേവി പരിസ്ഥിതി പുരസ്കാര സമർപ്പണം പാലക്കാട്ട്. പച്ചത്തുരുത്ത് പുരസ്കാര നേട്ടവുമായി മങ്കര ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. തൃശൂരിലെ CPM ശബ്ദരേഖ വിവാദം. മറുപടിയുമായി AC മൊയ്തീൻ. ശരത്തിന്റെ ശബ്ദ സന്ദേശം അനുചിതമാണെന്നും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിന് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും AC മൊയ്തീൻ പറഞ്ഞു. തന്നെ അധിക്ഷേപിക്കുന്നവർ പരിശുദ്ധരാണോ എന്ന് അനിൽ അക്കരയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി AC മൊയ്തീൻ ചോദിച്ചു. ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് പാർട്ടി തീരുമാനമെടുക്കുമെന്ന് AC മൊയ്തീൻ പറഞ്ഞു. പാർട്ടി പ്രവർത്തകന്റെ ജീവിതത്തിൽ എല്ലാം തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. എല്ലാ വിഷയങ്ങളും പാർട്ടി പരിശോധിക്കും. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാ വിഭാഗം ആളുകളുമായും തനിക്ക് പരിചയമുണ്ട്. CPMൽ വ്യക്തികൾ പോയി ഫണ്ട് പിരിക്കാറില്ല. നേതാക്കൾ ഒരുമിച്ച് പോയാണ് പണം പിരിക്കുന്നത്. തന്നെക്കുറിച്ച് പറഞ്ഞതായി കേട്ട കാര്യങ്ങളല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് മാധ്യമങ്ങൾ പരിശോധിക്കണമെന്നും മാധ്യമങ്ങൾ തിരുത്തേണ്ടത് തിരുത്തണമെന്നും AC മൊയ്തീൻ പറഞ്ഞു. ശരത് പ്രസാദിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളോട്. തെറ്റായൊരു കാര്യമാണ്, അനുചിതമായൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരമൊരു കാര്യത്തിനെക്കുറിച്ച് എന്താണ് അങ്ങനെ ഉണ്ടാവാൻ കാരണം, തെറ്റായ ഇത്തരമൊരു കാര്യം ഇങ്ങനൊരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു. ആ വിശദീകരണത്തിന് ശേഷം പാർട്ടി തീരുമാനമെടുക്കും. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ പാർട്ടിയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഞങ്ങളെയൊക്കെ പാർട്ടി പൊതുജനങ്ങളുടെ പാർട്ടിയാണ്. ആ അർത്ഥത്തിൽ ആ വിഷയങ്ങളൊക്കെ പാർട്ടി എല്ലാ ഘട്ടത്തിലും പരിശോധിക്കാറുണ്ട്. എന്നെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന, അദ്ദേഹം അത് ഇന്നലെ നിഷേധിച്ചിട്ടുണ്ട്. എന്താണ് വസ്തുത എന്ന് എനിക്കറിയില്ല. ആ പറയുന്ന കാര്യങ്ങളിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ നിങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തത്. അത് നിങ്ങൾ പരിശോധിക്കുക. ശബ്ദരേഖയിൽ വന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് വന്നു എന്ന് നിങ്ങൾ പറയുന്ന പ്രസിദ്ധീകരിക്കപ്പെട്ട ശബ്ദരേഖയിൽ എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യമല്ലല്ലോ ഇന്നലെ നിങ്ങളുടെ ചാനലുകളൊന്നും ചർച്ച ചെയ്തത്. അത് സ്വയം നിങ്ങൾ പരിശോധിച്ച് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തന്നെ അധിക്ഷേപിക്കുന്ന എല്ലാവരും പരിശുദ്ധരാണോ എന്ന് അനിൽ അക്കരയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി AC മൊയ്തീൻ പ്രതികരിച്ചു. തൃശൂരിലെ കോൺഗ്രസ് സുതാര്യമാണോ എന്ന് പരിശോധിക്കണം. ഏത് അന്വേഷണത്തെയും നേരിടാൻ താൻ തയ്യാറാണ്. പാർട്ടി ഓഫീസിൽ ചാക്ക് കണക്കിന് പണം സൂക്ഷിച്ചു എന്നല്ലേ ഒരു കൂട്ടർക്കെതിരായ ആരോപണമെന്ന് BJPയുടെ ആരോപണങ്ങൾക്ക് മറുപടിയായി AC മൊയ്തീൻ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 3 ലക്ഷം അടുത്ത വർഷം 5 ലക്ഷം രൂപയാക്കി ഉയർത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ ഓണപ്പൊലിമ എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുലിക്കളി തൃശൂരിൻ്റെ തനതായ മഹത്തായ കലാരൂപമാണ്. പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനാധിപത്യത്തിൽ എല്ലാം ലഭിക്കുന്നതിനു വേണ്ടി കൈകെട്ടി കാത്തുനിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉയർച്ചയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ കലുങ്ക് സംഗമത്തിലൂടെ സാധ്യമായത്. കലുങ്കുകളും ആൽത്തറകളുമുള്ള പ്രദേശങ്ങളിൽ ഈ സംഗമം തുടരുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. ഇലക്ഷന് മുമ്പ് വാഗ്ദാനം നൽകിയില്ല, പക്ഷേ വന്നതിന് ശേഷം ഇതിനൊരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ നൽകണമെന്നൊരു വാക്ക് പുലിക്കളി സംഘങ്ങൾക്ക്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, അവർക്ക് എല്ലാ വർഷവും ഓരോ സംഘത്തിനും 3 ലക്ഷം വരെ കടം വന്ന് വീഴാറുണ്ട്. അതിന് എല്ലാവരും ഒരുമിച്ച് കൂടി അത് പരിഹരിച്ച് തീർക്കാറുമുണ്ട്. കാരണം അത് നിലനിൽക്കാറില്ല എന്ന് പറഞ്ഞ ഒരു വരി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് പ്രാവശ്യം
കളക്ടറെടുത്ത് ഒരുപാട് നിർബന്ധിച്ച് കളക്ടർ അതൊരു 2 ആഴ്ചക്ക് മുമ്പാണ് ആ കത്ത് സംസ്ഥാന സർക്കാരിന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി സത്യം പറഞ്ഞാൽ ഈ പുലിക്കളിയുടെ 5 ദിവസം മുമ്പ് മാത്രം ഉത്രാടത്തിന്റെ തലേന്നാണ് സത്യത്തിൽ കത്ത് തരുന്നത്. അതില്ലാതെ നമുക്കിത് സാങ്കേതികമായിട്ട് സാങ്ഷൻ ചെയ്യാൻ നോക്കത്തില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒരു ദിവസം രാജസ്ഥാനിൽ വന്നാണ് ഒപ്പിട്ട് പ്രൈം മിനിസ്റ്റർക്ക് അയച്ച് പ്രൈം മിനിസ്റ്ററിന്റെ ഇങ്ങോട്ട് കിട്ടി. ഗവൺമെന്റ് ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തലേന്ന് രാത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. 3 ലക്ഷമാണ് ഇപ്പോൾ ഈ വർഷം ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നത്. സൗത്ത് കൾച്ചറൽ സോണിന്റെ 1 ലക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത വർഷം 3 ലക്ഷം എന്നുള്ളത് 5 ലക്ഷമാക്കാനുള്ള ശ്രമം ഞാൻ തുടങ്ങിയിട്ടുണ്ട്. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, പെരുവനം കുട്ടന്മാരാർ, ഗായകൻ അനൂപ് ശങ്കർ, BJP തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതോടെ മനുഷ്യരാശിക്ക് പ്രകൃതിയും അന്യമായെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. പാലക്കാട് വടക്കന്തറയിൽ BMS അമൃതാദേവി പുരസ്കാര സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്യാംകുമാറിന് സമ്മാനിച്ചു. ഭാരതീയ ദർശനങ്ങളിലെ പ്രധാന കർമ്മങ്ങളിലൊന്നാണ് പ്രകൃതി സംരക്ഷണമെന്നും സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രകൃതി സംരക്ഷണമെന്നത് ഓരോരുത്തരുടെയും കർത്തവ്യവും ധർമ്മവുമാണ്. അത് പാലിക്കേണ്ടതാണ്. ആ ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്നും പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില കാര്യക്രമം അത്തരമൊരു ചടങ്ങാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കും. ജീവിതം നമ്മുടെ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്ന ഉറച്ച ധാരണയോടെ വെറുതെ നട്ടുപോവുക മാത്രമല്ല, അതിൻ്റെ വളർച്ചയെ ആകാംക്ഷാപൂർവം നിരീക്ഷിക്കുകയും അതിൻ്റെ സംരക്ഷണത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം ചെയ്യുകയും ചെയ്യുന്ന ശൈലിയാണ് പ്രിയപ്പെട്ട ശ്യാംജിയുടേതായിട്ട് നമ്മുടെ മുമ്പിൽ കാണുന്നത്. പര്യാവരൺ ദിനത്തിന്റെ ഭാഗമായി മികച്ച പരിസ്ഥിതി പ്രവർത്തകന് BMS നൽകുന്ന 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന അമൃതാദേവി പുരസ്കാരം പരിസ്ഥിതി പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ M ശ്യാംകുമാറിന് സി സദാനന്ദൻ മാസ്റ്റർ MP സമ്മാനിച്ചു. BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പര്യാവരൺ സംരക്ഷണ ഗതിവിധി പ്രാന്ത സംയോജക് TS നാരായണൻ, ഒയിസ്ക സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ N ശുദ്ധോധനൻ, RSS വിഭാഗ് സംഘചാലക് VK സോമസുന്ദരൻ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BMS ദേശീയ സഹസംഘടനാ സെക്രട്ടറി MP രാജീവൻ, ദേശീയ സെക്രട്ടറി V രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി സിബി വർഗീസ്, ട്രഷറർ C ബാലചന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, സെക്രട്ടറി K രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. RSS വിഭാഗ് കാര്യവാഹക് K സുധീർ, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, സഹകാർ ഭാരതി ദേശീയ സഹപ്രഭാരി U കൈലാസമണി, വിഭാഗ് കാര്യദർശി സദസ്യൻ KB രാജേഷ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ R പാർത്ഥസാരഥി, സെക്രട്ടറി PN ശ്രീരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മികച്ച പച്ചത്തുരുത്ത് പുരസ്കാരം മങ്കര ഗ്രാമപഞ്ചായത്തിന്. മങ്കരയിലെ കല്ലൂരിൽ തയ്യാറാക്കിയ മിയാവാക്കി വനം, ശലഭോദ്യാനം, ഔഷധത്തോട്ടം, പുഴയോരങ്ങളിൽ മുളങ്കാടുകൾ എന്നിവ ഒരുക്കിയതോടെയാണ് സംസ്ഥാന പുരസ്കാരം മങ്കരയെ തേടിയെത്തിയത്. 2012 സംസ്ഥാനത്തെ പ്രഥമ ജൈവ വൈവിധ്യ പുരസ്കാരവും മങ്കര ഗ്രാമപഞ്ചായത്ത് കരസ്ഥമാക്കിയിരുന്നു. കല്ലൂരിൽ തയ്യാറാക്കിയ മിയാവാക്കി വനം, ശലഭോദ്യാനം, ഔഷധത്തോട്ടം, പുഴയോരങ്ങളിൽ മുളങ്കാടുകൾ, വിവിധയിടങ്ങളിലെ വനവൃക്ഷങ്ങൾ നടൽ എന്നിവ ഒരുക്കിയതോടെയാണ് പുരസ്കാരം മങ്കര പഞ്ചായത്തിനെ തേടിയെത്തിയത്. പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ ബാലൻ, ഇറാം ഗ്രൂപ്പ് മേധാവി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ്, പരിസ്ഥിതി പ്രവർത്തകൻ MV രമേശ് എന്നിവരുടെ സഹകരണത്തോടെയാണ് പച്ചത്തുരുത്ത് ഒരുക്കാനായത്. ഈ മാസം 16-ന് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. 2012 സംസ്ഥാനത്തെ പ്രഥമ ജൈവ വൈവിധ്യ പുരസ്കാരവും മങ്കരയെ തേടിയെത്തിയിരുന്നു. മങ്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പരിസ്ഥിതി പ്രവർത്തകനും പഞ്ചായത്ത് അംഗവുമായ കല്ലൂർ രമേശ് പുരസ്കാരം ഏറ്റുവാങ്ങും. സഹകരിച്ച പിന്തുണ നൽകിയ എല്ലാവർക്കും പഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നന്ദി അറിയിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത്
സമയത്ത് ഈ മേഖലയിൽ 14-ാം വാർഡിലെ പച്ചത്തുരുത്ത് മിയാവാക്കി എന്ന പേരിൽ പച്ചത്തുരുത്ത് നിർമ്മിക്കുകയും ഒപ്പം തന്നെ വളരെ നേരത്തെ തന്നെ മങ്കര ഗ്രാമപഞ്ചായത്ത് ഈ ഹരിതവൽക്കരണ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പഞ്ചായത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2012 സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ ജൈവവൈവിധ്യ അവാർഡിന് ഈ പഞ്ചായത്ത് അർഹമായത് മുതൽ തന്നെ ഇവിടെ ശലഭോദ്യാനങ്ങളായാലും ഔഷധ സസ്യത്തോട്ടങ്ങളായാലും മുളങ്കാടുകളായാലും തുടങ്ങി ഒട്ടനവധി വിവിധങ്ങളായ പദ്ധതികൾ ഈ മേഖലയിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായി ഇപ്പോൾ വീണ്ടും ഒരു പുരസ്കാരം മങ്കരയെ തേടിയെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഭരണസമിതിയുടെ അഭിനന്ദനാർഹമായ ഒരു നേട്ടമായാണ് നമ്മളിത് കാണുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മങ്കര ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരം കൂടി ലഭിച്ചു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ അവാർഡ് മങ്കരയിലെ മുഴുവൻ ജനങ്ങൾക്കുമായി സമർപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. പറളി തേനൂർ യങ് മെൻസ് അസോസിയേഷൻ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വനിതാവേദിയും യുവജനവേദിയും ചേർന്ന് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചടങ്ങിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങുന്നതിനിടെ ട്രെയിനിൽ നിന്ന് വീഴാൻ പോയ സ്ത്രീയെ രക്ഷിച്ച രാഘവനുണ്ണിക്ക് സ്വീകരണം നൽകി. വായനശാല പ്രസിഡന്റ് OB വിനോദും സെക്രട്ടറി TV രഘുനാഥും ചേർന്ന് രാഘവനുണ്ണിയെ ആദരിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ രക്തബാങ്ക് ഉടൻ തുടങ്ങും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിലെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തന സജ്ജമായത്. ഭൗതിക സാഹചര്യങ്ങളും ജീവനക്കാരും യന്ത്ര സംവിധാനങ്ങളുമെല്ലാം സജ്ജമാണ്. ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളറുടെ പരിശോധന പൂർത്തിയായതിനു പിന്നാലെയാണ് പദ്ധതിക്ക് അന്തിമ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. രക്തബാങ്കിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഓഫീസറുടെയും ലാബ് ടെക്നീഷ്യന്റെയും നിയമനവും പൂർത്തിയായി. പ്രതിമാസം 80 മുതൽ 100 യൂണിറ്റ് വരെ രക്തം ഇവിടെ സംഭരിക്കാനാകും. ജില്ലയിൽ സർക്കാർ മേഖലയിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലുമാണ് രക്തബാങ്ക് ഉള്ളത്. ഒറ്റപ്പാലത്ത് രക്തബാങ്ക് തുടങ്ങുന്നതോടെ ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല ഉൾപ്പെടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാകും. 5 വർഷം മുമ്പ് P. ഉണ്ണി MLA ആയിരുന്ന കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണിത്. കുട്ടികളുടെ കുത്തിവയ്പ് നടത്തുന്ന കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ 74 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നേരത്തെ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒന്നാം വിള നെൽകൃഷിക്ക് ഓലകരിച്ചിൽ രോഗം ബാധിച്ച് കൃഷി നശിച്ച കർഷകർ ആശങ്കയിൽ. പറളി പഞ്ചായത്തിലെ കിണാവല്ലൂർ, തലപ്പൊറ്റ, വലിയക്കാട് പ്രദേശങ്ങളിലെ കതിര് നിറഞ്ഞ പാടശേഖരങ്ങളിലാണ് ഓലകരിച്ചിൽ രോഗം വ്യാപകമായത്. കൃഷി നശിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ആവശ്യപ്പെട്ടു. രോഗം വ്യാപകമായി ബാധിച്ചതിനാൽ കൊയ്തെടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പാടെ നശിച്ച സ്ഥിതിയാണ്. കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കൃഷിയിൽ മിച്ചമൊന്നുമില്ലെങ്കിലും കടം വാങ്ങി ഇറക്കിയ തുക തിരിച്ചടയ്ക്കാൻ എന്തു ചെയ്യണമെന്ന വേവലാതിയിലാണ് കർഷകർ. കൃഷി നശിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി സഹായിക്കണമെന്നും കാർഷിക മേഖലയോട് താൽപ്പര്യമുണ്ടാക്കാൻ ഉതകുന്ന പദ്ധതികൾ സർക്കാരും കൃഷിവകുപ്പും നടപ്പിലാക്കണമെന്നും വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ സെപ്റ്റംബർ 19 സംയുക്ത കർഷകവേദി എറണാകുളം സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഓണക്കാലത്തിനു മുമ്പ് നെല്ലുവില കൊടുത്തു തീർക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കർഷകർക്ക് വിനയാകുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി കേരള ജനറൽ സെക്രട്ടറി C. പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 280 കോടിയോളം രൂപയാണ് സർക്കാർ നെൽകർഷകർക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ കർഷകർക്ക് പണം നൽകുന്നില്ല. സർക്കാർ കൊടുത്താൽ മാത്രം ബാങ്കുകൾ കർഷകർക്ക് ലോണായി നെല്ലുവില നൽകുന്ന രീതിയാണ് തുടരുന്നത്. കേന്ദ്രം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ കേരള സർക്കാർ ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ചു. ജില്ലയിൽ കന്നിക്കൊയ്ത്ത് ആരംഭിക്കാറായിട്ടും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനോ മില്ലുകാരെ നിശ്ചയിക്കാനോ സർക്കാരിന് കഴിയാത്തത് കർഷകരോടുള്ള അവഗണനയാണ്. കിട്ടുമ്പോൾ മാത്രം വില നൽകുമെന്ന രജിസ്ട്രേഷൻ നിബന്ധന തകർന്ന കർഷകരെ വീണ്ടും ചവിട്ടി താഴ്ത്തുന്നതാണ്. നെല്ല് സംഭരണം സർക്കാർ തന്നെ അട്ടിമറിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കർഷകർക്ക് ഉൾക്കൊള്ളാനാവാത്തതും കാർഷിക മേഖലയെ തകർക്കുന്നതുമായ ഒട്ടേറെ നിബന്ധനകളുള്ള ബേബി കമ്മീഷൻ റിപ്പോർട്ട് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കി ഹാനികരമായ നിബന്ധനകൾ ഒഴിവാക്കണമെന്നും C. പ്രഭാകരൻ ആവശ്യപ്പെട്ടു. പ്രതീക്ഷയോടെ ബന്ധപ്പെട്ട ഭരണകർത്താക്കളുടെ വാക്ക് വിശ്വസിച്ച് ഇന്നും 232.38 കോടി രൂപ കേരളത്തിൽ കർഷകന് കൊടുക്കാനുണ്ട്.
ഇത് കൊടുത്തു എന്ന് പറയുന്നത് ബാങ്കുകാരെ കൊണ്ട് നിങ്ങൾ ലോണായി കൊടുത്തോ എന്ന് പറഞ്ഞതുകൊണ്ട് കർഷകന് പൈസ കിട്ടുന്നില്ല. ബാങ്കിൽ ലോണിന് പോകുന്നത് 5 പേർക്കോ 8 പേർക്കോ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് വന്നാൽ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറയുന്ന ഒരു സ്ഥിതി. ഏത് സമയത്ത് പൈസ കിട്ടും എന്ന് പറയാൻ ഇന്നും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. നിലവിൽ ബാങ്കുകാരനെ സംബന്ധിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സംഖ്യ അത് കഴിഞ്ഞ് അവരോട് ബ്ലോക്കാക്കി. പൂർണ്ണമായും ഈ സംഖ്യ ഈ നേരം വരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. കർഷക മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് കെ വേണു, പറമ്പിക്കുളം ആളിയാർ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് PC ശിവശങ്കരൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് R രമേഷ്, ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടപാടുകാരെ അടിമകളാക്കുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ സെപ്റ്റംബർ 16 കൊച്ചി റിസർവ് ബാങ്ക് ശാഖയിലേക്ക് മാർച്ച് നടത്തുമെന്ന് UMC സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഒളിഞ്ഞും തെളിഞ്ഞും ഇടപാടുകാരെ ബാങ്കിംഗ് മേഖല സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്ന് ജോബി വി ചുങ്കത്ത് പറഞ്ഞു. സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്കാണ് ഇടപാടുകാരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് അവരറിയാതെ തുക ഈടാക്കുന്നത്. വാട്സാപ്പ് മെസ്സേജ്, ജിപേ, ചെക്ക് ബുക്ക് അനുവദിക്കുന്നതുൾപ്പെടെ ഇടപാടുകാരറിയാതെയാണ് പണം ഈടാക്കുന്നത്. ഇടപാടുകാരുടെ സിബിൽ സ്കോർ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ബാങ്കുകാർ തന്നെ ചെയ്യുന്നതോടെ സമൂഹവും വ്യാപാര മേഖലയും പലവിധ പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കുകാർ നൽകുന്ന വാഗ്ദാനങ്ങൾ അപ്പാടെ ലംഘിക്കുകയാണ്. ഇതിനെതിരെയാണ് സമരമെന്നും ജോബി വി ചുങ്കത്ത് പറഞ്ഞു. അതായത് അടുത്ത ചൊവ്വാഴ്ച എറണാകുളത്ത് റിസർവ് ബാങ്കിന്റെ ഓഫീസിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുക. ആ മാർച്ചിന് ശേഷമുള്ള ധർണ ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലത്തെ പ്രത്യേക കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിലനിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബാങ്കിന്റെ അടിമയാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു അക്കൗണ്ട് തുടങ്ങി പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശരി എനിക്ക് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ പല നിയമങ്ങളും കഴിഞ്ഞുള്ള അക്കൗണ്ടുകളുടെ ഒരു പരിധി മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റ് അക്കൗണ്ടുകളെല്ലാം എണ്ണം തികയ്ക്കാനായിട്ട് ബാങ്കുകൾ പലരും സമീപിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ഹെൻറി, ജില്ലാ പ്രസിഡന്റ് PS സിംസൺ, KR ചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ CPM ശബ്ദരേഖ വിവാദം, മറുപടിയുമായി AC മൊയ്തീൻ. ശരത്തിന്റെ ശബ്ദ സന്ദേശം അനുചിതം, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിന് പാർട്ടി വിശദീകരണം തേടിയിട്ടുണ്ടെന്നും തന്നെ ആക്ഷേപിക്കുന്നവരെല്ലാം പരിശുദ്ധരാണോ എന്നും AC മൊയ്തീൻ. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര സഹായമായ 3 ലക്ഷം അടുത്ത വർഷം 5 ലക്ഷം രൂപയായി ഉയർത്താൻ ശ്രമിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പൂരം പോലെ തന്നെ സാംസ്കാരിക പൈതൃകം പുലിക്കളിക്കുണ്ടെന്നും സുരേഷ് ഗോപി. തൃശൂരിൽ ആഘോഷമായി ഓണപ്പൊലിമ. ശ്രേഷ്ഠ സംസ്കൃതി കൈമോശം വന്നതാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് C സദാനന്ദൻ മാസ്റ്റർ MP. ഭാരതീയ ദർശനങ്ങളിലെ പ്രധാന കർമ്മമായ പ്രകൃതി സംരക്ഷണം ജീവിതത്തിന്റെ ഭാഗമാക്കണം. BMS അമൃതാദേവി പരിസ്ഥിതി പുരസ്കാര സമർപ്പണം പാലക്കാട്ട്. പച്ചത്തുരുത്ത് പുരസ്കാര നേട്ടവുമായി മങ്കര ഗ്രാമപഞ്ചായത്ത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.